പല വലിയ വലിയ പണ്ഡിതന്മാരെന്നോട് പറഞ്ഞു. ഞങ്ങൾ മൂപ്പര് പാറക്കടവ് ദർസ് എടുത്ത സമയത്ത് ദർസ് കേട്ട ആളുകൾ എന്നോട് പറഞ്ഞു, ആ മൂവരുടെ ദർസ് കേട്ട് ഞങ്ങൾ അവിടെ തരിച്ചു നിന്ന് പോയി എന്നാണ്. അവർ വലിയ വലിയ ആലിമീങ്ങളെ കൊണ്ട് ഓതി ശിഷ്യ പണ്ഡിതന്മാരാണ്. പക്ഷെ പാറക്കടവെന്ന് ഷെയ്ഖുന പിന്നെ ഷെഹ്മനിയോ അങ്ങനെ എന്തോ കിതാബ് ഓതി കൊടുക്കുമ്പോൾ അതിലൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്തൊരു മുസ്ലിയാരാണ്. അയാൾ പറഞ്ഞു, ഞാൻ അവിടെ അതിലൊന്നും അത്ര താല്പര്യം, പക്ഷേ മൂപ്പരെ ദർസ് കേട്ടപ്പോൾ ഞാനവിടെ തരിച്ചു നിന്ന് പോയി. ആ ദർസ് കേട്ടപ്പോൾ വേറെ ഒരു കുറ്റൂക്കാരൊരു കുഞ്ഞിക മുസ്ലിയാരുണ്ട്. അദ്ദേഹം ഞാനായിട്ട് ഏറ്റവും വലിയൊരു ബന്ധമുള്ളവരാണ്. നമ്മൾ ഉസ്താദിൻ്റെയൊക്കെ ശരിക്കാണ്. മൂപ്പര് അവസാന കാലഘട്ടത്തിൽ മൂപ്പര് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ചെറിയൊരു ചായവുണ്ടായി. അപ്പോൾ എന്നോടൊക്കെ വന്ന് പലപ്പോഴും പല കാര്യങ്ങളെ പറ്റി ഞങ്ങൾ കിതാബിയായ നിലക്ക് പലതും അങ്ങോട്ട് എന്നോട് വന്ന് എൻ്റെ വീട്ടിലൊക്കെ വന്ന് ചർച്ച ചെയ്യാറുണ്ട്. ആ മൂപ്പര് എന്നോട് പറഞ്ഞു, അവർ അന്ന് കോട്ടുമല ഷെയ്ഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാറിനെ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പരപ്പനങ്ങാടി ദർസ് നടത്തിയ കാലത്ത് അവിടുന്ന് ബേലൂർക്ക് പോയ ആളുകളാണ് ഈ കുഞ്ഞിക്കമ്മ മുസ്ലിയാർ. അങ്ങനെ പിറ്റത്തെ കൊല്ലം കോട്ടുമല ഉസ്താദ് ഇങ്ങോട്ട് പട്ടിക്കാട് മുദരിസായി വന്നു ഷെയ്ഖുനാൻ്റെ കൂടെ. അപ്പോൾ ഇവർ ബേലൂരിൽ നിന്ന് ഒരു കൊല്ലം ആ ഒരു രണ്ടാമത്തെ വർഷത്തിൽ മുത്തവ്വൽ എന്ന് പറഞ്ഞ കിതാബൊക്കെ ഓതി അതിൻ്റെ ശേഷം പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു ഇടക്കാലത്ത് അർദ്ധ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞ് അവർ നാട്ടിൽ വന്നതാണ്. നാട്ടിൽ വന്നപ്പോൾ പട്ടിക്കാട് കോളേജിൽ കോട്ടുമല ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. കോട്ടുമല ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ അവിടുന്ന് മുത്തവ്വൽ ദർസ് നടത്തി. ആ മുത്തവ്വലിൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ് അലിഫിലാമിനെ സംബന്ധിച്ചുള്ള ബഹസിൻ്റെ അവിടെ ദർസ് നടത്തുമ്പോൾ ഇവർ ബേലൂരിൽ നിന്ന് ഓതി അത് കാണാപ്പാടാക്കി അവർ പരീക്ഷക്കൊക്കെ എഴുതി വന്നവരാണ്. മൂപ്പർക്ക് തോന്നി കോട്ടുമല കഴിഞ്ഞല്ല ഞങ്ങൾക്ക് ബേലൂർക്ക് പോകേണ്ടി ചെന്ന്, ഈ കൊല്ലം കോട്ടുമല ഉസ്താദ് ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദിനൊപ്പം ഇങ്ങോട്ട് പോന്നാൽ മതി, എന്നാൽ ശംസുലമൻ്റെ ഈ ദർസിൽ കൂടാലോ. അപ്പം അങ്ങനെയാണ് ഷെയ്ഖുനാൻ്റെ ഓരോ ഫന്നിലും ആ ഷെയ്ഖുനാ ശംസുലമായ സ്വഭാവം. അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ സംശയം ചോദിച്ചാൽ തന്നെ മൂപ്പര് അതിന് പെടുന്നതിന് മറുപടി പറയും. ഇപ്പോൾ ജമ്മുവിൽ ഞാൻ ചില സ്ഥലത്തൊക്കെ മൂപ്പരോട് ചോദിച്ചിട്ടുണ്ട്, ജമ്മുൽ ജവാമിയിൽ. അപ്പോൾ എന്നോട് അതിന് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, അത് ആ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിന് മേൽ എടുത്ത് പറഞ്ഞതല്ല തങ്ങളെ, അതുകൊണ്ടാണ് ആ സംശയം വരാനുള്ള കാരണം. എനിക്കതിന് മറുപടി അപ്പം തന്നെ മനസ്സിലായി ചെയ്ത് മൂപ്പര പറയലോടുകൂടി. ഇങ്ങനെ ഓരോ കിതാബിലും ഓരോ സ്ഥലവും ശരിക്ക് ഓർമ്മയിൽ നിൽക്കുകയോ അങ്ങനത്തെ വലിയൊരു തോഫീക്കാണ് മൂപ്പർക്ക്.